The Hertzsprung Russell diagram. So this is an important topic. So in order to study the characteristics of stars, a graph that is used to universally is called the Hertzsprung Russell diagram. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾവേസ് ട്രൈ ടു റെപ്രസെൻറ്റ് ഇൻ ദ ഫോം ഓഫ് എ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം ഡാനിഷ് അസ്ട്രോണമർ Hertzsprung plotted the absolute magnitude of star against their colors. അപ്പം അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് ഈസ് എ മെഷർ ഓഫ് ദർ ലൂമിനോസിറ്റിയാണ് നമുക്കറിയാം. പിന്നെ അതുപോലെ കളർ, ദാറ്റ് ഈസ് എ മെഷർ ഓഫ് ദർ ടെമ്പറേച്ചറുമാണ്. പിന്നെ ലേറ്റർ ഓൺ ഇൻ 1913 അമേരിക്കൻ അസ്ട്രോണമർ ഹെൻറി നോറിസ് റസൽ independently plotted a spectral type. This spectral type that will be another way of measure of temperature ആണ് against absolute magnitude. ഓക്കെ, അപ്പോൾ absolute magnitude എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൂമിനോസിറ്റി. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടി കമ്പൈൽ ചെയ്തിട്ട് ഇൻ റെക്കഗ്നേഷൻ ഓഫ് ദിസ് പയനിയറിംഗ് വർക്ക് ഓഫ് ദിസ് അസ്ട്രോണമേഴ്സ് ദ ഗ്രാഫ് വാസ് നോൺ ആസ് ദ ഹെർട്സ്പ്രങ് റസൽ ഡയഗ്രാം ഓർ HR ഡയഗ്രാം. ഓക്കെ, സോ ഇതിൽ ഈ HR ഡയഗ്രത്തിൽ ഈച്ച് ഡോട്ട് ഓൺ ദ ഡയഗ്രാം റെപ്രസെൻറ്റ് എ സ്റ്റാർ ഹൂസ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് ദ സ്പെക്ട്രൽ ടൈപ്പ് ആൻഡ് ലൂമിനോസിറ്റി ഹാവ് ബീൻ ഡിറ്റർമൈൻഡ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാം. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം സ്പെക്ട്രൽ ടൈപ്പ് ഉണ്ട്, പിന്നെ ലൂമിനോസിറ്റി ഉണ്ട് വെർട്ടിക്കലായിട്ട്, പിന്നെ അതുപോലെ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡും വെർട്ടിക്കലായിട്ട് ഉണ്ട്, പിന്നെ ഹൊറിസോണ്ടലായിട്ട് ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇതിൻ്റെ റൈറ്റ് കോർണറിലാണ്, ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇതിൻ്റെ ലെഫ്റ്റ് കോർണറിലുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ബിക്കോസ് നമ്മൾ നേരത്തെ സ്പെക്ട്രൽ ടൈപ്പ് പറഞ്ഞല്ലോ, സ്പെക്ട്രൽ ടൈപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് OBAF GKM ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെക്ട്രൽ ടൈപ്പ് തുടങ്ങുമ്പോൾ ഇതിലുള്ള ഏറ്റവും O ആണ് ഏറ്റവും ഹോട്ടായിട്ടുള്ളത്, M ആണ് അതിൽ ഏറ്റവും കൂളായിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ സ്പെക്ട്രൽ ടൈപ്പ് എഴുതുമ്പോൾ O5, B0, A0, പിന്നെ അതുപോലെ M8 ഇത് രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹയസ്റ്റ് ടെമ്പറേച്ചറിൽ നിന്ന് ലോവസ്റ്റ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഏറ്റവും ഹോട്ടിൽ നിന്ന് കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സർഫസ് ടെമ്പറേച്ചർ പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആണ് ലാസ്റ്റിൽ, പിന്നെ ഏറ്റവും ഹയസ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ മേലോട്ട് ലൂമിനോസിറ്റിയാണ്. ലൂമിനോസിറ്റി നമ്മൾ എടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ലോഗരിതമിക് സ്കെയിലാണ്. അപ്പം ദാറ്റ് ഓൾസോ ഇൻ ടേംസ് ഓഫ് സൺസ് ലൂമിനോസിറ്റിയുടെ ടേമിലാണ് L0യുടെ സെൻട്രൽ ഡോട്ടുള്ള ആ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇത് കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഡയഗ്രാം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെൻറ്റ്സ് stellar temperature or equivalently the spectral type. The temperature increases from right to left. Okay, റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ റൈറ്റ് കോർണറിലാണ് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ, ലെഫ്റ്റിലാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 3000 ആണ്, ഇവിടെ 25,000 ആണ്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെക്ട്രൽ ടൈപ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. പിന്നെ വെർട്ടിക്കൽ ആക്സസ് റെപ്രസെൻറ്റ് stellar luminosity മെഷേർഡ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് സൺസ് luminosity, and luminosity cover a wide range, വളരെ വൈഡായിട്ടുള്ള റേഞ്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ we make use of the logarithmic scale. So each tick mark on the vertical axis represent a luminosity 10 times larger than the prior one. So അപ്പോൾ ഇതിൻ്റെ അകത്ത് 10⁻⁻⁴, 10⁻10, 1, പിന്നെ 10⁻2, 10⁻4, 10⁻6 ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ലോഗരിതമിക് ഓഫ് ബേസ് 10 ആണ്. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ എന്താണ്, ഓരോ ടിക്കുകളും 10 times ലാർജർ ആയിട്ടാണ് വരിക. ഓക്കെ, സോ ഈച്ച് ഡോട്ട് ഓൺ ദ HR ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദ സ്പെക്ട്രൽ ടൈപ്പ് ആൻഡ് ലൂമിനോസിറ്റി ഓഫ് എ സിംഗിൾ സ്റ്റാർ. ഫോർ എക്സാമ്പിൾ എ ഡോട്ട് റെപ്രസെൻറ്റ് ഓൺ ദ സൺ. ഇവിടെ ഇതാണ് നമ്മുടെ സണ്ണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡോട്ടിന് മിഡിൽ ഇവിടെ. ഓക്കെ, അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് സ്പെക്ട്രൽ ടൈപ്പ് G2 വിത്ത് ലൂമിനോസിറ്റി L1. ഓക്കെ, അപ്പോൾ നിങ്ങൾ സണ്ണ് ഇവിടെ ലൂമിനോസിറ്റി 1 വരുന്ന നേരം ഇവിടെ സണ്ണിന് 1 ആണ്. അപ്പോൾ G2 ടൈപ്പാണ്. ഓക്കെ, ഇവിടെ G2 എന്നുള്ളത് കാണിക്കുന്നില്ല, എഴുതിയിട്ടില്ല, പക്ഷേ ദാറ്റ് ഈസ് G2 ടൈപ്പ് സ്പെക്ട്രൽ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു HR ഡയഗ്രാം. ഇതിനെ പറ്റിയിട്ടുള്ള മിനിമൽ ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത്
പറയാനുള്ളത് luminosity increases upward in the diagram and surface temperature increases leftward. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ സ്റ്റാർ നിയർ ദ അപ്പർ ലെഫ്റ്റ് കോർണർ ആർ ഹോട്ട് ആൻഡ് ലൂമിനസ് ആൻഡ് സ്റ്റാർ നിയർ ദ അപ്പർ റൈറ്റ് കോർണർ ആർ കൂൾ ആൻഡ് ലൂമിനസ്. പിന്നെ സ്റ്റാർ നിയർ ദ ലോവർ റൈറ്റ് കോർണർ ആർ കൂൾ ആൻഡ് ഡിം ആൻഡ് സ്റ്റാർ നിയർ ദ ലോവർ ലെഫ്റ്റ് കോർണർ ആർ ഹോട്ട് ആൻഡ് ഡിം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് അപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ, ബെറ്റലോജിയസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിലാണ്. ഇവിടെ കൂൾ ആൻഡ് ബ്രൈറ്റ് ആയിരിക്കും. പക്ഷേ ലൂമിനോസിറ്റി കൂടുതലാണ്, പക്ഷേ ടെമ്പറേച്ചർ കുറവാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ലെഫ്റ്റ് കോർണറിൽ അപ്വേർഡിൽ, ദാറ്റ് മീൻസ് ഇവിടെ നിയർ ടു റിഗൽ ഈ ഒരു പ്ലേസിൽ ഹോട്ടാണ് ആൻഡ് ലൂമിനസ്, ബ്രൈറ്റ് ആണ്, ലൂമിനസ് ആണ്. പിന്നെ ഇതിൽ റൈറ്റിൽ ഡൗൺവേർഡിൽ ഡൗൺ കോർണറിൽ ലൈക്ക് ഇവിടെ ഈ പറയുന്ന ബെർണാഡ്സ് സ്റ്റാർ ഇതിലൊക്കെ ദേ ആർ കൂൾ ആൻഡ് ഡിം ആണ്. പിന്നെ ഇവിടെ ഈ ഒരു സിയറസ് ബി ഇതിലൊക്കെ ദേ ആർ ഹോട്ട് ആൻഡ് ഡിം ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എച്ച് ആർ ഡയഗ്രാം ആൻഡ് സ്റ്റെല്ലാർ റേഡിയസ്. നമ്മൾ എച്ച് ആർ ഡയഗ്രാം വരച്ചു. അപ്പോൾ അതിൽ നമ്മളുടെ സ്റ്റാറുകളൊക്കെ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് ആക്ച്വലി ഇറ്റ് ക്യാൻ ഡയറക്റ്റ്ലി പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ about the radius of a star, because the luminosity of a star depends upon both its surface temperature and surface area. Surface area basically give you the radius. Okay, so അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് യു മേ റീകോൾ ദാറ്റ് ദ സർഫസ് ടെമ്പറേച്ചർ ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ഓഫ് പവർ എമിറ്റഡ് ബൈ ദ സ്റ്റാർ പെർ യൂണിറ്റ് ഏരിയ. ദസ് എ ഹയർ ടെമ്പറേച്ചർ മീൻസ് എ ഗ്രേറ്റർ പവർ out per unit area. So if two stars have the same temperature, then the larger star may be more luminous than the other. Stellar radii must perforce increase as we go from higher temperature. Low luminosity corner on the lower left of the HR diagram to the lower temperature, higher luminosity upper right corner. This shown. അതാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഇതിൻ്റെ അകത്തുള്ള നമ്മളെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലൂമിനോസിറ്റി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് സർഫസ് ടെമ്പറേച്ചർ ആൻഡ് സർഫസ് ഏരിയ ആണ്. അപ്പം നല്ല ലൂമിനോസിറ്റി ഉള്ളത്, ഹയർ ലൂമിനോസിറ്റി എന്ന് പറയുന്നത് ഒന്ന് റൈറ്റ് കോർണർ ഉണ്ട്, അപ്പോൾ അവിടെ ലോവർ കൂളായിരിക്കും, പക്ഷേ ലൂമിനസ് ആയിരിക്കും. ഇവിടെ ലെഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഹോട്ടാണ് ബട്ട് ആൻഡ് ഹൈ ലൂമിനോസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റേഡിയസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ദ ഫസ്റ്റ് തിങ് ടു നോട്ടീസ് ഓൺ ദ എച്ച് ആർ ഡയഗ്രാം ഈസ് ദാറ്റ് ദ ഡാറ്റ പോയിൻറ്റ്സ് ഓർ ദ സ്റ്റാർസ് ആർ നോട്ട് സ്കാറ്റേഡ് അറ്റ് റാൻഡം ബട്ട് അപ്പിയേഴ്സ് ടു ഫാൾ ഇൻ ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻസ്. So this would imply that the surface temperature or the spectral type and luminosity are related, and the several groupings can be described as one. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാമെന്ന് നമ്മളെ സണ്ണൊക്കെ ഇരിക്കുന്ന ഒരു സിംഗിൾ ലൈൻ. ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ സിംഗിൾ ലൈൻ, ഇറ്റ് ഈസ് എ ബാൻഡ്. ആക്ച്വലി ബാൻഡ് അത് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടെത്തുമ്പോൾ മനസ്സിലാക്കും. ഓക്കെ, സോ ദിസ് ദ ബാൻഡ് ദാറ്റ് സ്ട്രെച്ചസ് ഡയഗണലി അക്രോസ് ദ ജാർ ഡയഗ്രാം ഈസ് കോൾഡ് ദ മെയിൻ sequence, and it represents about 90% of star in the night sky. നമ്മൾ രാത്രി കാണുന്ന 90% സ്റ്റാറുകളും ഈ ഒരു മെയിൻ സീക്വൻസിലാണ് വരുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രോം ഹോട്ട് ആൻഡ് ലൂമിനസ് ബ്ലൂ സ്റ്റാർ, ഇവിടെ ഹോട്ട് ആൻഡ് ലൂമിനസ് ബ്ലൂ സ്റ്റാർ എന്ന് ഇവിടെ 10⁶ ഒക്കെ അടുത്ത് വരുന്ന ഈ ഒരു ലൈനിൽ ഇവിടെ വരുന്ന സ്റ്റാറുകൾ സ്റ്റാർ ഇൻ ദ അപ്പർ ലെഫ്റ്റ് കോർണർ ടു കൂൾ ആൻഡ് ഡിം റെഡ് സ്റ്റാർ ഇൻ ദ റൈറ്റ് ബോട്ടം. ഈ 3000 അടുത്ത് വരുന്ന എന്താ പറയുക, കൂൾ ആൻഡ്
ഡിം. ഓക്കെ, നിങ്ങൾ കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കരുത് നമ്മൾ റൂം ടെമ്പറേച്ചറാണെന്നൊന്നും ഒരിക്കലും ഉദ്ദേശിക്കരുത്. ഇതൊക്കെ 3000 കെൽവിൻ, പിന്നെ 40,000 കെൽവിൻ, ഇതൊക്കെ പറയുന്ന വളരെ ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ മില്യൺ കെൽവിൻ, ബില്യൺ കെൽവിനിലൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാറിൻ്റെ ടെമ്പറേച്ചർ ഡിസ്കസ് ചെയ്യുക. സോ അതിൽ നമ്മൾ പറയുമ്പോൾ കൂൾ എന്ന് നമുക്ക് കമ്പാരിറ്റീവ്ലി പറയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻ സീക്വൻസിൽ ആണ് 90% ഓഫ് ദ സ്റ്റാർ ഇൻ ദ നൈറ്റ് സ്കൈയിൽ കാണുന്നത്. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ. എനി സ്റ്റാർ ലൊക്കേറ്റഡ് ഇൻ ദിസ് പാർട്ട് ഓഫ് എ ചാർ ഡയഗ്രാം ഈസ് കോൾഡ് എ മെയിൻ സീക്വൻസ് സ്റ്റാർ. അപ്പോൾ നമ്മൾ സണ്ണൊക്കെ ഈ മെയിൻ സീക്വൻസിലാണ് വരുന്നത്. നോട്ട് ദാറ്റ് ദ സൺ ഈസ് എ മെയിൻ സീക്വൻസ് സ്റ്റാർ വിച്ച് ഈസ് എ സ്പെക്ട്രൽ ടൈപ്പ് G2, absolute magnitude of 4.8 and luminosity of 1 L0. ബിക്കോസ് നമ്മൾ സണ്ണിൻ്റെ ലൂമിനോസിറ്റിയുടെ ടേംസിലാണ് ബാക്കിയെല്ലാം പറയുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് സണ്ണിന് 1 തന്നെയായിരിക്കും. സോ വി ഷാൾ സീ അത് നമ്മൾ പിന്നെ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, മെയിൻ സീക്വൻസിലുള്ള എല്ലാ സ്റ്റാറുകളും അണ്ടർഗോയിങ് ഹൈഡ്രജൻ ബേണിങ് ഇൻ ദെയർ കോർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഹൈഡ്രജൻ ബേണിംഗ് ആണ് ഇതിൻ്റെ കോറിൽ ഉണ്ടാകുന്നത് മെയിൻ സീക്വൻസിലുള്ള എല്ലാ സ്റ്റാറുകളിലും. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിംഗ് ആണ് ജെയിൻസ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ജെയിൻസ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, സ്റ്റാർ ഇൻ ദ അപ്പർ റൈറ്റ് ആർ കോൾഡ് ജെയിൻസ്. ദീസ് സ്റ്റാർസ് ആർ ബോത്ത് കൂൾ ആൻഡ് ലൂമിനസ്. ബിക്കോസ് ടെമ്പറേച്ചർ കുറവാണ്, പക്ഷേ ഹൈ ലൂമിനസിറ്റി ഉണ്ട്. സോ ആൻഡ് ഇറ്റ് ഒബേസ് ദ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീഫാൻസ് ബോൾട്ട്സ്മാൻ ലോ പ്രകാരം ദാറ്റ് എ കൂൾ സ്റ്റാർ വിൽ റേഡിയേറ്റ് മച്ച് ലെസ് എനർജി per surface area than a hot star. Hence, for these stars to appear as luminous as they look, they must be immense, and so they are called giants. Okay, so they may be anywhere from 10 to 100 times as big as a sun. Okay, അതാണ് ജെയിൻസ്. ഇതിൽ തന്നെ റെഡ് ജെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡ് ജെയിൻസ് നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് പിന്നെ പഠിക്കാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് സൂപ്പർ ജെയിൻസ്. സോ അറ്റ് ദ എക്സ്ട്രീം അപ്പർ റൈറ്റ് കോർണർ ആർ ഫ്യൂ സ്റ്റാർസ് ദാറ്റ് ആർ ഈവൺ ബിഗർ ദാൻ ദ ജെയിൻസ്, ആൻഡ് ദീസ് ആർ ദ സൂപ്പർ ജെയിൻസ് വിച്ച് ഹാവ് റേഡിയേ അപ് ടു 1000 R0. R0 means the radii of sun. Okay, giants and super giants make up about 1% of star in the night sky. പിന്നെ nuclear fusion taking place in super giant star is significantly different in both character and position than the reaction taking place in the stars on the main sequence. Okay, അപ്പോൾ അതാണ് സൂപ്പർ ജെയിൻസ്. ഓക്കെ, ഇനിയും ഇതിൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റ് വേറൊരു ഗ്രൂപ്പാണ്. നമ്മൾ മെയിൻ സീക്വൻസ് പറഞ്ഞു, ജെയിൻസ് പറഞ്ഞു, സൂപ്പർ ജെയിൻസ് പറഞ്ഞു, തന്നെയാണ് വൈറ്റ് ഡ്വാർഫ്. സോ സ്റ്റാർ ഓൺ ഇൻ ദ ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ ചാർ ഡയഗ്രാം ദേ ആർ കോൾഡ് ദ white dwarfs. They are smaller in radius and appears white. These are the white dwarf stars, and they are hot stars with low luminosity. നമുക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷേ they have less luminous. They are faint stars, and so they can be seen only with telescopes. So they are approximately the same size as the Earth. There are no nuclear reactions within the white dwarfs, rather they are still glowing remnant of giant stars. ഓക്കെ, അപ്പോൾ ആ ജെയിൻറ്റ് സ്റ്റാർ വിട്ടിട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ശരിക്കും പറയുമെങ്കിൽ വൈറ്റ് ഡ്വാർഫ് വരുന്നത്. അപ്പോൾ ആ ഒരു നേരത്തെയുള്ള ഗ്ലോയ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ റെമനൻസ് ഓഫ് ദ ജെയിൻറ്റ് സ്റ്റാറിൽ നിന്നാണ്. അപ്പോൾ റെമനൻറ്റ് ആയിട്ടുള്ള ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ബേണിങ്, നേരത്തെ സംഭവിച്ച ബേണിങ്ങിൻ്റെ റെമനൻസ് ആയിട്ടാണ് ഇതിനൊരു ഗ്ലോ വരുന്നത്. വൈറ്റ് ഡ്വാർഫ്സ് അക്കൗണ്ട്സ് ഫോർ 9% ഓഫ് ദ സ്റ്റാർ ഇൻ ദ നൈറ്റ് സ്കൈ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വിത്ത് നമ്മളിതൊക്കെ ഈ പറയുന്ന വൈറ്റ് ഡ്വാർഫ് ആണെങ്കിലും മെയിൻ സീക്വൻസ് ആണെങ്കിലും ജെയിൻസ് ആണെങ്കിലും സൂപ്പർ ജെയിൻസ് ആണെങ്കിലും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ റേഡിയ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സണ്ണിൻ്റെ റേഡിയ 0.01 R0 ആണ് ഓൾമോസ്റ്റ് ഇതിൽ വരുന്ന വൈറ്റ് ഡ്വാർഫിൽ വരുന്നത്. പിന്നെ മെയിൻ സീക്വൻസിലുള്ളത് അത് ഇറ്റ് വേരിയിങ് ഫ്രം 10 R0 to
ഏത് വരെ വരുന്നുണ്ട് 0.1 R0 വരെയുള്ള ഒരു ബാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ജെയിൻസ് ആണെങ്കിൽ അബൌട്ട് 10 R0 ആണ്, ഓൾമോസ്റ്റ് 10 R0 to 100 R0. പിന്നെ സൂപ്പർ ജെയിൻസ് ഓൾമോസ്റ്റ് 1000 R0 ഞാൻ ഉദ്ദേശിച്ചത് സണ്ണിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് നമുക്ക് HR ഡയഗ്രാം ആൻഡ് സ്റ്റെല്ലാർ ലൂമിനോസിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമ്മൾ വരച്ചിരുന്ന അല്ലെങ്കിൽ ഡയഗ്രം എടുത്തിരിക്കുന്ന ലൂമിനോസിറ്റിയാണ് Y ആക്സിസിൽ. അപ്പം ലൂമിനോസിറ്റി അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ലൂമിനോസിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ HR ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം സൂപ്പർ ജെയിൻസ്, ദാറ്റ് ഈസ് 1 കാറ്റഗറി 1 ആണ്. ആ സൂപ്പർ ജെയിൻസിൽ തന്നെ കുറച്ച് ലെസ് ലൂമിനസ് ആയിട്ടുള്ള സൂപ്പർ ജെയിൻസിന് 1B വരുന്നുണ്ട്. ബ്രൈറ്റ് ജെയിൻസ് 2 ആണ്, ജെയിൻസ് 3 ആണ്, സബ് ജെയിൻസ് 4 ആണ്. പിന്നെ സണ്ണൊക്കെ വരുന്ന മെയിൻ സീക്വൻസിലാണ് നമ്മളുടെ 5 വരുന്നത്. ഓക്കെ, ഡാർസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, HR ഡയഗ്രാം ആൻഡ് സ്റ്റെല്ലാർ മാസ്. അപ്പോൾ സ്റ്റെല്ലാർ മാസിൻ്റെ അടിസ്ഥാനത്തിൽ ദ അസ്ട്രോണമേഴ്സ് ഹാവ് ഡിറ്റർമൈൻഡ് the masses of stars using binary star system, and they discovered that a star mass increases as it moves upward along the main sequence. The O-type stars, which are hot and luminous stars at the upper part of the diagram, can have masses as high as 100 times that of the sun. At the other end of the main sequence, the cool and faint stars have masses as low as 0.1 times that of the sun, so about 0.1 and 0. This orderly distribution of stellar masses along the main sequence tell us that mass is the most important attribute of a hydrogen burning star. Okay, a 10 M0 star on the main sequence will be more than 100 times more luminous than the sun. So 10 അപ്പം മാസ് 10 ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലൂമിനോസിറ്റി 1000 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം.